ഈ അമിത്ഷാ ഒരിക്കലും വെറും വാക്ക് പറയുന്ന ആളല്ല. കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ച ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. 2026 കേരളം BJP പിടിക്കും എന്നുള്ളത്. ഈ കണക്ക് എങ്ങനെ ശരിയാകും? നോക്കൂ, BJP-കാരാണ് പങ്കാളികളുള്ളത്, BDJS. അപ്പോൾ ഒരു പാർട്ടി അല്ലാതെ കാര്യമായ വേരോട്ടമുള്ള മറ്റ് പാർട്ടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുന്നണിയിലില്ല. വേണമെങ്കിൽ NCP, ഇപ്പോൾ ശരത് പവാർ, അജിത് പവാർ വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ രണ്ട് MLA-മാരുള്ള NCP-യുടെ പിന്തുണ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അവർക്ക് വോട്ടില്ല, കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ചാഞ്ചാടി നിൽക്കുകയാണ്. അവർക്കും കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ശരത് പവാറിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത. NDA മുന്നണിയിലാവില്ല എന്നതാണ് ഏതാണ്ടൊരു നിശ്ചയം. അങ്ങനെയെങ്കിൽ വേർ ഡു ദ നമ്പേഴ്സ് കം? ഇവിടെയാണ് ജാതി അടിസ്ഥാനത്തിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ടും മത അടിസ്ഥാനത്തിലുമുള്ള ഒരു പ്രത്യേക ബിൽഡപ്പിനെ കുറിച്ച് BJP സംസാരിക്കുന്നതും, അല്ലെങ്കിൽ അത്ര ഉച്ചത്തിലല്ല എങ്കിൽ പോലും ആ ബിൽഡപ്പ് അത് പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവ സമുദായവുമായി ഉള്ള ചില നീക്കുപോക്കുകൾ. ഇപ്പോൾ BJP-യുടെ സംഘടനാ ചുമതലയുള്ള നേതൃത്വത്തെ തീരുമാനിക്കുമ്പോൾ പോലും അനൂപ് ആന്റണി എന്ന യുവ ക്രൈസ്തവ മുഖത്തെ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവന്നിരിക്കുന്നു. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിന് സംഘടനാ ചുമതല വൈസ് പ്രസിഡന്റ് രൂപത്തിൽ നൽകിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അക്കോമഡേറ്റഡ് ആയിരിക്കുന്നു. വലിയ തലയെടുപ്പൊന്നുമുള്ള ആളെന്ന് പറയാനാവില്ല, പക്ഷേ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തങ്ങളാണ്. അതുമാത്രമല്ല, എന്തിന് അവസാനം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സ്ഥാനാർത്ഥിത്വം നൽകി മുഖ്യ മുന്നണികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ, പ്രധാന ന്യൂനപക്ഷ, ഭൂരിപക്ഷ മത സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ തങ്ങളിതാ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ക്രിസ്തുമസ് നയതന്ത്രം, ഈസ്റ്റർ നയതന്ത്രം എന്ന് വേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ മറ്റ് നേതാക്കളാകട്ടെ ഈസ്റ്റർ ക്രിസ്മസ് സമയത്ത്, ക്രൈസ്തവർക്ക് പ്രധാനപ്പെട്ട സമയത്ത് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി അടുത്തിടപെടാനുള്ള വേദികൾ ഒരുക്കി. വോട്ടായി മാറണം. വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ മധ്യ തിരുവിതാംകൂറാണ് ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള ഒരു മേഖല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ, ഇതൊക്കെയാണ് ക്രൈസ്തവ സാന്നിധ്യം കാര്യമായി ഉള്ളത്. അതോടൊപ്പം തന്നെ ലത്തീൻ കത്തോലിക്ക സാന്നിധ്യമുള്ള തീരദേശ മേഖലകളുണ്ട്. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ തീരദേശ മേഖലകൾ. അവിടെ കടന്നു കയറാൻ ഇതുവരെ BJP-ക്ക് കാര്യമായി കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ലത്തീൻ കത്തോലിക്ക വോട്ടിൻ്റെ പ്രാധാന്യം BJP തിരിച്ചറിഞ്ഞതാണ്. ശശി തരൂറാണ് അത് സിംഹഭാഗവും നേടിയെടുത്തത്. ഒരുപക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ശശി തരൂർ കയറി വന്നത് തീരദേശ മേഖലയിലെ ഒരു വോട്ടിൻ്റെ പിൻബലത്തിലാണ്. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒരുമിച്ച് നിർത്താനുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു 20 മുതൽ 30% വരെ വോട്ടെങ്കിലും തൃശ്ശൂർ മോഡലിൽ, തൃശ്ശൂരൊക്കെ സംഭവിച്ചു. അപ്പം അസാധ്യമായ കാര്യമൊന്നുമല്ല. PC തോമസിന് ക്രൈസ്തവ സഭകൾ അകമഴിഞ്ഞ് പിന്തുണ നൽകിയതുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞത്, അന്ന് 2 പതിറ്റാണ്ട് മുൻപ്. അങ്ങനെയെങ്കിൽ അസാധ്യമായ കാര്യമൊന്നുമല്ല. NDA മുന്നണിയിൽ ക്രൈസ്തവ വോട്ടുകൾ ലാൻഡ് ചെയ്യുന്നത് തീർത്തും അസാധ്യമല്ല. പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഫ്രഷായി ഇപ്പോഴും ചില മനസ്സുകളിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായി ക്രൈസ്തവ സഭയുടെ ഒരു എൻഡോഴ്സ്മെൻറ്റ്, അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ വഴിയാണ് ഒരു ചിന്ത. അതാണ് BJP-യുടെ പ്ലാനിലെ ഒരു കാര്യം. കാരണം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ, ഈഴവ സമുദായം, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 26-27% വരുന്ന സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി, അതിൻ്റെ ഏതാണ്ട് 20 മുതൽ 30% വരെ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിപ്പിടിക്കാവുന്ന രൂപത്തിലായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ഈഴവ വോട്ടുകളുടെ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം BJP അനുഭവിച്ചതാണ്. അങ്ങനെ CPM-ഉം തിരിച്ചറിഞ്ഞു ഈഴവ വോട്ടുകൾ നന്നായിട്ട് BJP-യിലേക്ക് പോയി എന്നത്. തീർച്ചയായും MV ഗോവിന്ദൻ തന്നെ പറഞ്ഞ കാര്യവുമാണ്. അത് CPM-ൻ്റെ എക്കാലത്തെയും ഒരു വലിയ അപ്സെറ്റായിരുന്നു ഈഴവ വോട്ടുകൾ. അപ്പോൾ ആ ഈഴവ വോട്ടുകളോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ചെറിയ പിൻബലം കൂടിയാകുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായി എന്നാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ LDF-ൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അത് LDF-ന് അത്ര സുഗമമല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവർ ഇടതുപക്ഷത്തോടെ
ചെറിയ ആഭിമുഖ്യം കാട്ടിയ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി UDF പക്ഷത്തേക്ക് ചായാനുള്ള എല്ലാ സാധ്യതകളും, ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയും എല്ലാം നോക്കുമ്പോൾ UDF പക്ഷത്തേക്ക് മുസ്ലിം വോട്ടുകൾ ഗാൽവനൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ LDFന് തിരിച്ചടിയാണ്. അതേസമയം ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ഒരു നല്ല പങ്ക് BJPയിലേക്ക്, കാരണം കേരളത്തിലെ LDF ആയിരുന്നു ഹിന്ദു പാർട്ടി, UDFിൻ്റെ ബേസ് ന്യൂനപക്ഷങ്ങളായിരുന്നു എക്കാലത്തും. ക്രൈസ്തവ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങൾ, ഇസ്ലാമിക ന്യൂനപക്ഷം മുസ്ലിം ലീഗിലൂടെയും കോൺഗ്രസിൻ്റെ ചില നേതാക്കളിലൂടെയും ഒക്കെ കടന്നു വരുന്നു. അപ്പോൾ ആ ഒരു ബിൽഡപ്പ് ഇന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിറ്റി തിരിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഗൗരവമായി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ആ രീതിയിൽ നിയോജക മണ്ഡലങ്ങളെ BJP A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് അല്ലെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള മണ്ഡലങ്ങൾ, അതില്ലാത്ത മണ്ഡലങ്ങൾ എന്ന രീതിയിൽ വ്യക്തമായ വേർതിരിവ് കാട്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൻ്റെയും പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും പ്രത്യേകത. ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഏതായാലും അമിത്ഷാ എന്ന് പറഞ്ഞാലും 71 സീറ്റുകൾ കേരളത്തിൽ BJP നേടും, 0-ൽ നിന്നും 71-ലേക്ക് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ 19-20% പോപ്പുലർ വോട്ട് NDA മുന്നണിക്ക് ലഭിച്ചു എന്ന് ഓർക്കണം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ സാഹചര്യമല്ല എന്നും പരിഗണിക്കണം. അങ്ങനെ വന്നാൽ തീർച്ചയായും മണ്ഡലം തിരിച്ചു മാത്രമേ ടാക്റ്റിക്കൽ വോട്ടിംഗ് നടക്കൂ. അവിടെ തിരുവനന്തപുരം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ 3-4 മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ കൂട്ടാം. ഒന്ന് തിരുവനന്തപുരം മണ്ഡലം തന്നെ, 2 നേമം മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, അതോടൊപ്പം ഇതിൻ്റെ ഫ്രിഞ്ച് മണ്ഡലങ്ങളായ ഒരു പക്ഷേ ചുറ്റുപാടുമുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങൾ. ഇതെല്ലാം തന്നെ BJPക്ക് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള മണ്ഡലങ്ങളാണ്. നേമം ഷുവർ സീറ്റായി BJP ഇപ്പോഴും കരുതുന്നു, കൈവിട്ടു പോയ നേമം സീറ്റ്. അതുപോലെ മഞ്ചേശ്വരം സീറ്റ് കൃത്യമായി വടക്കൻ കേരളത്തിലെ ഏറ്റവും വടക്കുള്ള മഞ്ചേശ്വരം സീറ്റ് അത് ഒഴിവാക്കി നിർത്തിയാൽ സുരേഷ് ഗോപി വിജയിച്ചു വന്ന തൃശ്ശൂർ ലോക്സഭാ സീറ്റിൻ്റെ പരിധിയിൽ വരുന്ന 6-7 നിയമസഭാ സെഗ്മെൻറ്റിൽ ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കണമെന്നില്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ഫാക്ടറുണ്ട്, പ്രത്യേക സാഹചര്യമാണ്, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നറിയില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോലും 2 സീറ്റുകൾ BJP പ്രതീക്ഷിക്കുന്നു എന്നതാണ് റിയലിസ്റ്റിക്. തിരുവനന്തപുരവും തൃശ്ശൂർ, ആലപ്പുഴ 3 ജില്ലകളാണ് അവരുടെ പ്രധാന നോട്ടം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗം. അപ്പോൾ അതെല്ലാം നോക്കിയെന്ന് പറഞ്ഞാലും ഭൂരിപക്ഷത്തിലേക്ക് എത്താനാവില്ല. പക്ഷെ അമിത്ഷായ്ക്ക് നേതാക്കളെ, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്നു. ഒരു വയബിൾ ഓപ്പോസിഷൻ സ്പേസിലേക്ക്, ജെനുവിൻ ട്രൈ കോൺടെസ്റ്റിലേക്ക് വരുന്നു. ഇനി മറ്റൊരു ചിത്രവും കൂടി പ്രൊജക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അതിതാണ് UDF LDF തമ്മിൽ കടുത്ത മത്സരം വരികയും ഇരു കൂട്ടർക്കും ഭൂരിപക്ഷത്തിന് 2-3 സീറ്റ് കുറവ് വരികയും 67-68 സീറ്റിൽ തറച്ചു നിൽക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് 4-5 സീറ്റുമായി സാന്നിധ്യം അറിയിക്കുകയും ചെയ്താൽ പിന്നെ കളി മാറും. അവിടെയാണ് ഏറ്റവും ആവേശകരമായി കേരള രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ഒരാൾ ആവേശകരമായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് ഫോർമേഷൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ആ ഒരു സാധ്യത ഇപ്പോൾ നിലവിൽ ആ സാധ്യതയെക്കുറിച്ച് പറയുന്നത് കടന്നു കൈയായിരിക്കും. പക്ഷേ ഒന്നും തള്ളിക്കളയാനാവില്ല. കേരളത്തിൽ കടുത്ത പോരാട്ടം വരുന്ന സമയത്ത് BJPക്ക് ലഭിക്കാവുന്ന സീറ്റുകൾ ലഭിച്ചാൽ സീറ്റുകൾ നിർണായകമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് കേരളത്തിൽ BJP വളർച്ചയുടെ പാതയിലാണ്. UDF അല്ല, LDF അല്ല, BJP തന്നെയാണ് കേരളത്തിൽ വളർച്ചാ കർവിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് ത്രഷ് ഹോൾഡ് എന്ന് പറയും, ഉമ്മറപ്പടിയിൽ നിന്ന് അകത്തേക്ക് കാല് വയ്ക്കാനുള്ള 33% എന്നാണ് മാജിക്. ഒരു കറക്റ്റ് ത്രികോണ മത്സരത്തിൽ കൃത്യമായി വോട്ടുകൾ വീതിച്ചു പോയാൽ 30 മുതൽ 35% വരെ വോട്ട് നേടുന്ന ഒരു കക്ഷിക്ക് ജയിച്ചു വരാം. 20% നിന്നും 35-ലേക്ക് എത്തിച്ചു നിർത്താൻ, കൺസിസ്റ്റൻ്റായി കുറേ മണ്ഡലങ്ങളിൽ എത്തിച്ചു നിർത്താൻ കഴിവുള്ള നേതാക്കളുണ്ടോ, സംഘടനാ സംവിധാനമുണ്ടോ ചോദിക്കുക. അത് ഒരു കാര്യം BJP ബുദ്ധിപൂർവ്വം ചെയ്തു. ജില്ലകളെ 2ആയി തിരിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് ജില്ല, ഇലക്ട്രൽ ഡിസ്ട്രിക്റ്റായി ഓരോ ജില്ലയും 2-3 തിരിച്ച് അതിനെല്ലാം പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആദ്യം ഏറ്റവും അധികം ഗൃഹപാഠം ചെയ്തതും
ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് കേരളത്തിൽ. അറിയാം, ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം, ഈ ഹിന്ദു ഭൂരിപക്ഷ ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സാന്നിധ്യം. 26% മുസ്ലിം പോപ്പുലേഷൻ, 18% ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അത് കഴിയുമ്പോൾ കഷ്ടിച്ച ഭൂരിപക്ഷം മാത്രമാണ് ഹൈന്ദവ, പലതായി ഈഴവ, നായർ, മറ്റു വിഭാഗങ്ങളായി ചിതറി നിൽക്കുന്ന SC ST വിഭാഗങ്ങളെല്ലാം ചിതറി നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഒരു ഏകശിലാ രൂപത്തിൽ അവരുടെ ഇച്ഛാശക്തി രാഷ്ട്രീയമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നും BJPക്ക് അറിയാം. അതുകൊണ്ടാണ് BJPയുടെ സാധ്യതകളെ അമിത്ഷാ കുറച്ച് കയറ്റി പറഞ്ഞു വെച്ചു. ബാക്കി ഇവിടുത്തെ നേതൃത്വത്തിനാണ്. ഒരു വലിയൊരു നേതൃത്വം ഇവിടെ ഉയർന്നു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് BJP. പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, പുതിയൊരു ടീം, 4 പുതിയ ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ, പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ടുണ്ട് BJPയുടെ പുനഃസംഘടനയിൽ. പക്ഷേ അത് അയണൗട്ട് ചെയ്തിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കോർപ്പറേഷൻ, പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലും ഭരണത്തിൽ വരുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കണക്കുകളിൽ വിശ്വസിക്കുന്നു. ഏതാനും പഞ്ചായത്തുകളിൽ ഭരണത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷെ അത് മാത്രം മതിയാവുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കുടി പാറിക്കാൻ എന്നതാണ് കാതലായ ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.